10ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ ഡ്രാമ നാടകം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 67. നുറാജി ഉൻ നസ്വനുജീബു. നമുക്ക് പാഠഭാഗം വായിച്ച് ഉത്തരമെഴുതാം. 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത്, മനി ഷഖ്സിയത്തുല്ലത്തി അജബത് കഫി ഹാദിഹിൽ മസ്രഹിയത്തി ലിമ. ഈ നാടകത്തിലെ ഏത് ക്യാരക്ടറാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? ലിമ, എന്തുകൊണ്ട്? ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. സുഹൈലുണ്ട്, സുഹൈലിൻ്റെ മകനുണ്ട്, ഡോക്ടറുണ്ട്. അങ്ങനെ ഈ ക്യാരക്ടറുകളിൽ ആരെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? സുഹൈലിനെയാണ് ഇഷ്ടമായത് എങ്കിൽ അഅജബനി സുഹൈൽ എന്നെഴുതാം. സുഹൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്ന് ചോദ്യമുണ്ടല്ലേ. എന്തുകൊണ്ടാണ് സുഹൈലിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? സുഹൈൽ കൈക്കൂലി വാങ്ങുന്നില്ല അല്ലേ, അതുകൊണ്ടാണ് ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, അഅജബനി സുഹൈൽ, എനിക്ക് സുഹൈലിനെ ഇഷ്ടമായി. ലി അന്നഹു യർഫിലു അർ റിഷ്വത്ത, കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൈക്കൂലിയെ നിരസിക്കുന്നു. റഫല മീൻസ് നിരസിച്ചു. കൈക്കൂലിയെ നിരസിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായത്. ഇനി അത് വേണമെങ്കിൽ മകനെയാണ് ഇഷ്ടമെങ്കിലും അതേ കാര്യം തന്നെ എഴുതാം. മകനും എന്ത് ചെയ്യുന്നു? കൈക്കൂലിയെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. 2ാമത്തെ ചോദ്യം, ലിമ റഫല സുഹൈൽ അർ റിഷ്വത്ത. സുഹൈൽ എന്തുകൊണ്ടാണ് റിഷ്വത്ത്, കൈക്കൂലിയെ നിരസിച്ചത്? മ അന്നഹു ഫി അമസ്സിൽ ഹാജത്ത് ഇലൽ മാലി. അദ്ദേഹത്തിന് സമ്പത്തിൻ്റെ, പണത്തിൻ്റെ നല്ല ആവശ്യമുണ്ടായിട്ട് പോലും, ഫി അമസ്സിൽ ഹാജത്തി, പണത്തിൻ്റെ നല്ല ആവശ്യം അല്ലേ, അതായത് അതിയായ ആവശ്യം അദ്ദേഹത്തിനുണ്ട്. പണം നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് കിട്ടണം. എന്നിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും കൈക്കൂലി വാങ്ങാൻ വിസമ്മതിച്ചത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? റഫല സുഹൈലുൻ റിഷ്വത്ത, സുഹൈലി റിഷ്വത്ത് വിസമ്മതിച്ചു, നിരസിച്ചു. ലി അന്നഹു യഅതഖിദു, കാരണം അദ്ദേഹം വിശ്വസിക്കുന്നു, അന്ന റിഷ്വത്ത ഹിയ ത്വഅനത്തുൻ ഫി ഖൽബിൽ അമാനത്തി വൻ നസാഹത്തി. ലിഅന്നഹ ഹിയ ത്വഅനത്തുൻ ഫി ഖൽബിൽ അമാനത്തി വൻ നസാഹത്തി. വിശ്വസ്തതയുടെയും പരിശുദ്ധതയുടെയും കൽബിലുള്ള, മനസ്സിൽ ഏൽക്കുന്ന ഒരു കുത്താണ്, ഒരു കഠാര കൊണ്ടുള്ള ഒരു കുത്താണ് ഈ കൈക്കൂലി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം കൈക്കൂലി വളരെ മോശമായൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങാത്തത്. ഓക്കെ, ഇനി നതഹയ്യലു നിഹായത്തൻ ബദിയലത്തൻ ലിൽ മസ്രഹിയത്തി വനക്തുബു. നമുക്ക് ഈ നാടകത്തിൻ്റെ അവസാനം മറ്റു ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ അല്ലാതെ മറ്റു തരത്തിലുള്ള അവസാനമാണ് എങ്കിൽ എന്ന് സങ്കല്പിച്ച് ആ നാടകം മാറ്റി എഴുതാം. അതിൻ്റെ അവസാന ഭാഗങ്ങൾ മാറ്റി എഴുതാം. അതായത് താഴെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത്, ഖററൽ മുവല്ലഫു ഖബൂല റിഷ്വ. ഈ ഉദ്യോഗസ്ഥൻ, അതായത് സുഹൈൽ, റിഷ്വത്ത്, കൈക്കൂലി വാങ്ങാൻ സമ്മതിച്ചു. ഖററ, അവൻ തീരുമാനിച്ചു. ഖബൂല റിഷ്വത്ത് സ്വീകരിക്കാൻ, കൈക്കൂലി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ആര്? ഉദ്യോഗസ്ഥൻ, മുവല്ലഫ്, സുഹൈൽ. എന്നാൽ ഈ നാടകത്തിൻ്റെ ഗതി എന്താകും എന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട് എഴുതുക. അതായത് കൈക്കൂലി വാങ്ങുന്ന ഒരാളാണ് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്. ഇനിയോ, മാ ദഫ, മറ്റൊരു തരത്തിൽ ഉള്ള മാറ്റം എന്ന് പറയുന്നത്, മാ ദഫ അഹദുൻ തക്കാലിഫൽ അമലിയത്തിൽ ജിറാഹിയത്തി. കൈക്കൂലി വാങ്ങാത്ത ആൾ തന്നെ, പക്ഷേ അവസാനം ഈ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരോ പണം കൊടുത്തിട്ടുണ്ട്. ആരും പണം കൊടുത്തിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നാടകത്തിൻ്റെ അവസാനം എങ്ങനെയാകുമായിരുന്നു? അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഭാവനയിൽ കണ്ട് എഴുതുക. അതായത് ഈ നാടകം മാറ്റി എഴുതുക. ഈ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചർച്ച ചെയ്യുക. നുനാക്കിഷു ഹൗല മൗലു റിഷ്വത്ത്. റിഷ്വത്ത് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ചർച്ച സംഘടിപ്പിക്കാം. വ കൈഫിയത്തി മുക്കാഫഹത്തിഹ, അതിനെതിരെ എങ്ങനെ പോരാടാം, എങ്ങനെ ഈ റിഷ്വത്ത് അവസാനിപ്പിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചർച്ച സംഘടിപ്പിക്കാം. ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. മാ റഅയുക ഫി റിഷ്വ, റിഷ്വയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ഹൽ യുഹിബ്ബുൻ നാസു ശഖ്സൻ യഖ്ബലു റിഷ്വത. റിഷ്വത്ത്, കൈക്കൂലി സ്വീകരിക്കുന്നവനെ ജനങ്ങൾ ഇഷ്ടപ്പെടുമോ? ലിമ, എന്തുകൊണ്ട്? ഇഷ്ടപ്പെടുമെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെടില്ല എങ്കിൽ എന്തുകൊണ്ട്? മഷൈഉ, ഇഷ്ടപ്പെടുകയില്ല അല്ലേ, ആരും ഇഷ്ടപ്പെടില്ല കൈക്കൂലി വാങ്ങുന്നവരെ. മഷൈഉ അല്ലദീ യുഹർരിളു അലാ ഖബൂലി റിഷ്വ,
റിഷവ സ്വീകരിക്കാൻ, കൈക്കൂലി സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? പണത്തോടുള്ള ആർത്തി അല്ലേ? ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടുന്ന നല്ല വരുമാനമുള്ള ആളുകളാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ. അവരാണ് കൈക്കൂലി വാങ്ങുന്നത്. അപ്പോൾ നല്ല ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥരൊക്കെ കൈക്കൂലി വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പണത്തോടുള്ള ആർത്തി കൊണ്ട് തന്നെയാണ് അല്ലേ? ഓക്കെ. ഹൽ തക്കൂനുൽ ഹയാത്തു സഈദതൻ ബി മാലി റിശ്വത്തി. ഈ കൈക്കൂലി വാങ്ങിയ പണം കൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുമോ? ബയ്യിൻ റഅയ്യക, നിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തൂ. അതൊരിക്കലും സന്തോഷകരമായിരിക്കില്ല അല്ലേ? നല്ല ജീവിതം അവർക്ക് ലഭിക്കുകയില്ല. നുലാഹിലുൽ കലിമാത്തിൽ മുലവ്വനത വനസ്തഅമിലുഹാ ഫിൽ ജുമൽ. താഴെയുള്ള നിറം നൽകിയ വാക്കുകൾ നിരീക്ഷിച്ച് അതേപോലെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, വാക്യത്തിൽ പ്രയോഗിക്കാം. ദഅനി എന്നതാണ് ചുവന്ന കളറിലുള്ള വാക്ക്. ദഅനി ഉസാഇദ്ക, ഞാൻ നിന്നെ സഹായിക്കട്ടെ. ദഅനി അത്തസുൽ ബിഹി, ഞാൻ അവനുമായി ബന്ധപ്പെടട്ടെ. ദഅനി അക്കുംബിൽ അമലിയത്തി, ഞാൻ ജോലി ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്നല്ല, ആരായാലും അല്ലേ? ദഅനി എന്ന് പറയും ഞാൻ അല്ലേ? ഇനി ദഅഹു എന്നാണെങ്കിൽ അവൻ, അങ്ങനെ നീ എന്നുള്ളതിൻ്റെ പകരം ലമീറുകൾ മാറ്റി പറഞ്ഞാൽ മറ്റുള്ള ആൾ കിട്ടും. അപ്പോൾ ദഅനി, ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ് ഇവിടെ. അവിടെ വേറെ ഏതെങ്കിലും ഒരു ഫെയിൽ വെച്ചാൽ മതി ദഅനിയുടെ ശേഷം. ദഅനി അൽ അബ്, ഞാൻ കളിക്കട്ടെ. ദഅനി അദ്ഹബു ഇലൽ മദ്രസ, ഞാൻ സ്കൂളിലേക്ക് പോകട്ടെ. ദഅനി അത്നാവലുൽ ഫത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ആ രൂപത്തിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. നുറാജി അന്നസ വനക്തശിഫു മിൻഹു അൽ ഖിയമൽ അഖ്ലാഖിയ. പാഠഭാഗം വായിച്ച് നോക്കിയിട്ട് സ്വഭാവ മൂല്യങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കണ്ടെത്താം. അൽ മിസാൽ, ഉദാഹരണത്തിന് അൻ നസാഹത്ത് പോലുള്ള. നസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധത അല്ലേ? അതേപോലെയുള്ള വാക്കുകൾ ഏതൊക്കെയാണ് പാഠഭാഗത്ത് വന്നത് എന്ന് പാഠഭാഗം വായിച്ച് നോക്കി മനസ്സിലാക്കുക. പിന്നെ അൽ അമാനത്തുണ്ടല്ലേ, വിശ്വസ്തത. അസ്വിദ്ഖ്, സത്യസന്ധത. അങ്ങനെയുള്ള വാക്കുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് പാഠഭാഗം നോക്കിയാൽ മനസ്സിലാക്കാം. നുഇദ്ദു ഹുതാഫാത്തിൻ ലിദ്ദ റിശ്വ, റിശ്വത്തിനെതിരെ, കൈക്കൂലിക്കെതിരെയുള്ള ചില ഹുതാഫാത്ത്, മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാം. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അർ റിശ്വത്തു ജരീമത്തുൻ നഹവൽ വത്തനി, കൈക്കൂലി രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. ജരീമത്തുൻ എന്ന് പറഞ്ഞാൽ കുറ്റം, കുറ്റകൃത്യം. രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് റിശ്വത്ത്. അതേപോലെ മുദ്രാവാക്യങ്ങൾ റിശ്വത്തിനെതിരെ ഉണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാക്കാം? അൽ ഖലാഉ അല റിശ്വ, കൈക്കൂലിയെ തുടച്ചു നീക്കുക അല്ലേ? പിന്നെ എന്തുണ്ടാക്കാം? പിന്നെ വേണമെങ്കിൽ ലഅ അൽ മുർത്തശിയ ഫി സിജ്നി, കൈക്കൂലി വാങ്ങുന്നവനെ സിജിൻ, ജയിലിലടക്കുക. പിന്നെ ലാ തദ്ഫഉ അരിശ്വ, കൈക്കൂലി കൊടുക്കരുത്. അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അടുത്തത് നെഹവിൻ്റെ ഭാഗമാണ്. നഖറവ നുലാഹിദ്, നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം. ഇവിടെ ഒരു ടേബിൾ ഉണ്ടല്ലേ? അതിൽ ആദ്യം അൽ മുഖാത്തബ് എന്ന് കാണാം, പിന്നെ അൽ മുത്തക്കല്ലിം വലതുവശത്ത്, പിന്നെ മേലെ നീല നിറത്തിൽ അൽ മുഫ്രദ്, അൽ മുസന്ന, അൽ ജമ എന്ന് കാണാം. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിസംബോധന ചെയ്യുന്ന ആൾക്കാണ് മുഖാത്തബ് എന്ന് പറയുക. അതായത് നമ്മൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് അവർ, മീൻസ് നീ എന്ന് പറയുന്നവരാണ് മുഖാത്തബ്. നീ, നിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ. അൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? സംസാരിക്കുന്നയാൾ. അതായത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ, നമ്മൾ, ഞാനും ഞങ്ങളുമാണ് മുത്തക്കല്ലിം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഅ് ബഹുവചനം. ഇനി മുഖാത്തബിൻ്റെ അടുത്ത കോളത്തിലുള്ളത് എന്താണ്? അൽ മുദക്കർ, അൽ മുഅന്നസ്. മുദക്കർ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം. താഴെയും മുത്തക്കല്ലിമിൻ്റെ നേരെയും അത് തന്നെ, മുദക്കർ മുഅന്നസ്, പുല്ലിംഗം സ്ത്രീലിംഗം. ഇത് സർഫാക്കുന്നതാണ്. സർഫാക്കുന്നത് പഠിച്ചാൽ എളുപ്പമാണ്, വേറൊന്നുമില്ല. ഫഅൽത ഫഅൽതുമ ഫഅൽതും, ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന, ഫഅൽതു ഫഅൽന. ഫഅൽത എന്ന് പറഞ്ഞാൽ നീ ചെയ്തു, നീ ഒരു പുരുഷൻ ചെയ്തു. ഫഅൽതുമ നിങ്ങൾ ചെയ്തു, അതായത് നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅൽതും നിങ്ങൾ ചെയ്തു, മീൻസ് നിങ്ങൾ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ ചെയ്തു. ആ വരി മുഴുവൻ എന്താണ്? മുദക്കറാണ്, പുരുഷനാണല്ലേ? അതേപോലെ തന്നെ ആ വരി മുഴുവൻ മുഖാത്തബാണ്, നീയാണെല്ലാം, നീയും നിങ്ങളുമാണ്.
ഇനി അതിൽ ഒന്നാമത്തെ വാക്ക് ഫഅൽത എന്നത് എന്താണ്? മുഫ്രദാണ്, ഏകവചനമാണ്. മുഖാത്തബാണ്, മുദക്കറാണ്, മുഫ്രദാണ്. അതിലെ രണ്ടാമത്തെ വാക്ക് ഫഅൽതുമ എന്നത് മുസന്നയാണ്, ദ്വിവചനമാണ്. അതിലെ മൂന്നാമത്തെ വാക്ക് ഫഅൽത്തും ജം ആണ്, ബഹുവചനമാണ്. ഓക്കെ. ഇനി അതിൻ്റെ രണ്ടാമത്തെ വരിയിലുള്ളത് ഫഅൽത്തി, നീ ചെയ്തു, അതായത് നീ ഒരു സ്ത്രീ ചെയ്തു. ഫഅൽത്തുമ, നിങ്ങൾ രണ്ടുപേർ ചെയ്തു, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽത്തുന്ന, നിങ്ങൾ ചെയ്തു, നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ചെയ്തു. ഫഅൽത്തുമ എന്നത് ഒന്ന് തന്നെയാണ്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. ഓക്കെ. അപ്പോൾ ഫഅൽത്ത, ഫഅൽത്തുമ, ഫഅൽത്തും, ഫഅൽത്തി, ഫഅൽത്തുമ, ഫഅൽത്തുന്ന, ഫഅൽത്തു. അടുത്തത് ഞാൻ ചെയ്തു. ഫഅൽന, ഞങ്ങൾ ചെയ്തു. ഫഅൽത്തു, ഞാൻ ചെയ്തു എന്നുള്ളതിൽ മുദക്കറാണെങ്കിലും മുഅന്നസാണെങ്കിലും ഫഅൽത്തു തന്നെയാണ്. സ്ത്രീക്കും പുരുഷനും വേറെ വേറെ വാക്കില്ല ഞാൻ ചെയ്തു എന്നുള്ളതിന്. ഫഅൽന എന്നതിനും മുദക്കറിനും മുഅന്നസിനും വേറെ വേറെ വാക്കില്ല, ഒരു വാക്ക് തന്നെയാണ് ഫഅൽന. അപ്പോൾ ഫഅൽന എന്നുള്ളതിന് ദ്വിവചനവും ബഹുവചനവുമില്ല. ഞങ്ങൾ രണ്ട് പേരാണെങ്കിലും ഞങ്ങൾ രണ്ടിൽ കൂടുതൽ പേരുണ്ടെങ്കിലും ഫഅൽന എന്ന് തന്നെയാണ് പറയുക. ഓക്കെ. ഇനി അതേപോലെ അതിൻ്റെ മുളാരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ മുഖാത്തബ്, മുതക്കല്ലിമു, മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജമ. ആ ഫീലുകൾ മാത്രം വായിച്ചാൽ മതി അല്ലേ. തഫ്അലു, നേരത്തെ നീ ചെയ്തു എന്ന് പറഞ്ഞു, ഇവിടെ നീ ചെയ്യുന്നു. തഫ്അലു, തഫ്അലു, തഫ്അലാനി, നിങ്ങൾ രണ്ടുപേർ ചെയ്യുന്നു. തഫ്അലൂന, നിങ്ങൾ ചെയ്യുന്നു, അതായത് നിങ്ങൾ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ. ഇനി നീ ചെയ്യുന്നു എന്ന് ഒരു സ്ത്രീയോട് പറയാൻ എങ്ങനെയാണ് പറയുക? തഫ്അലീന. പുരുഷനോടാണെങ്കിൽ തഫ്അലു, സ്ത്രീയോടാണെങ്കിൽ തഫ്അലീന, നീ ചെയ്യുന്നു. തഫ്അലാനി, നിങ്ങൾ രണ്ടുപേർ ചെയ്യുന്നു. തഫ്അൽന, നിങ്ങൾ ചെയ്യുന്നു, രണ്ടിൽ കൂടുതൽ പേർ. തഫ്അലാനി ഒരേ വാക്കാണ്, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. ഇനി ഞാൻ ചെയ്യുന്നു എന്നതിന് അഫ്അലു, ഞങ്ങൾ, നഫ്അലു. ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. മുളാരി അഫേൽ രണ്ട് അർത്ഥമാണല്ലേ. ഭാവി കാലത്തെ അർത്ഥവും വർത്തമാനത്തെ കാലത്തെ അർത്ഥവും മുളാരി അഫീലിനുണ്ട്. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവിടെ ഷരിബ്തു, ഷരിബ്ത എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, മുഫ്രദ്. അതിൻ്റെ മുസന്ന, ജം അതൊക്കെ പൂരിപ്പിക്കണം. ഷരിബ്ത, ഷരിബ്തുമാ, ഷരിബ്തും, ഷരിബ്തി, ഷരിബ്തുമാ, ഷരിബ്തുന്ന, ഷരിബ്തു, ഷരിബ്ന. ഷരിബ്ത, നീ കുടിച്ചു. ഷരിബ്തുമാ, നിങ്ങൾ കുടിച്ചു. ഷരിബ്തും, നിങ്ങൾ കുടിച്ചു. നിങ്ങൾ രണ്ട് പുരുഷന്മാർ, നിങ്ങൾ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ. ഷരിബ്തി, നീ ഒരു സ്ത്രീ കുടിച്ചു. ഷരിബ്തുമാ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ കുടിച്ചു. ഷരിബ്തുന്ന, നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ കുടിച്ചു. ഷരിബ്തു, ഞാൻ കുടിച്ചു. ഷരിബ്ന, ഞങ്ങൾ കുടിച്ചു. ഇനി അതേ സാധനം പുള്ളാരി അല്ലേ. തജ്ലിസു, നീ ഒരു പുരുഷൻ ഇരിക്കുന്നു. തജ്ലിസാനി, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഇരിക്കുന്നു. തജ്ലിസൂന, നിങ്ങൾ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ ഇരിക്കുന്നു. അവിടെ ഇനി അടുത്തത് നീ ഒരു സ്ത്രീ ഇരിക്കുന്നു എന്നാണ് പറയേണ്ടത്. തജ്ലിസീന അല്ലേ. തജ്ലിസാനി, തജ്ലിസ്ന, നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകൾ ഇരിക്കുന്നു. ഞാൻ ഇരിക്കുന്നു എന്നതിന് അജ്ലിസു, ഞങ്ങളിരിക്കുന്നു. നജ്ലിസു. ഓക്കെ. ഇനി നഖറഉൽ ജുമല, താഴെയുള്ള സെൻറ്റൻസുകൾ വായിക്കാം. വനുലാഹിദുൽ കലിമാത്തിൽ മുലവന, എന്നിട്ട് നിറം നൽകിയ വാക്കുകൾ എന്ത് ചെയ്യാം, നിരീക്ഷിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, യാ ബാബു, ബാബുവെ, ഹൽ അൻത തുവാഫിക്കുനി, നീ എന്നോട് യോജിക്കുന്നുണ്ടോ? അൻത, നീ ഒരു പുരുഷൻ അല്ലേ. അടുത്തത്, യാ സുദീഖാനി, കൂട്ടുകാരെ, അൻതുമാ തഫ്അലാനി ഫിഅലൻ ഹസനൻ, നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്യുന്നു. അൻതുമാ, നിങ്ങൾ രണ്ട് പേർ നല്ല പ്രവൃത്തി ചെയ്യുന്നു. അൻതയായതുകൊണ്ട് തുവാഫിക്കു, നീ യോജിക്കുന്നു. അൻതുമയായതുകൊണ്ട് തഫ്അലു പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? തഫ്അലാനി. ഓക്കെ. യാ ഔലാദ്, കുട്ടികളെ, അൻതും തഹ്താജൂന ഇലാ ജുഹ്ദിൻ കബീരിൻ, നിങ്ങൾക്ക് വലിയ പരിശ്രമം ആവശ്യമാണ്, വലിയ കഠിനാധ്വാനം ആവശ്യമാണ്. അപ്പോൾ തഹ്താജൂന, അൻതും, നിങ്ങൾ പുരുഷന്മാരല്ലേ, അപ്പോൾ തഹ്താജൂന എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത്, യാ ജുമാന, അൻതി തക്തുബീന മക്കാലത്തിൻ ജീത, നീ നല്ല ലേഖനം എഴുതുന്നു. അൻതി ആയതുകൊണ്ട് തക്തുബീന, നീ എഴുതുന്നു, പെണ്ണായതുകൊണ്ട്. യാ ബിൻതാനി, രണ്ട് കുട്ടികളെ വിളിക്കുകയാണ് അല്ലേ, രണ്ട് കുട്ടികളെ. അൻതുമ തദുറുസാനി, നിങ്ങൾ പഠിക്കുന്നു. അല്ലോത്തൽ അറബി, അറബി ഭാഷ. അവിടെ അൻതുമ, നിങ്ങൾ രണ്ടുപേർ. തദുറുസാനി, നിങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരേപോലെയാണ് അല്ലേ. യാ ബനാത്ത്, പെൺകുട്ടികളെ, അൻതുന്ന തഷ്കുർന ലിൽ വാലിദൈനി, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നു. അൻതുന്ന, നിങ്ങൾ, തഷ്കുർന, നിങ്ങൾ നന്ദി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ
സർഫാക്കി നോക്കുമ്പോൾ അതിൻ്റെ മുമ്പുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തി സർഫാക്കി നോക്കിയാൽ ക്ലിയറായിട്ട് മനസ്സിലാവും അല്ലേ. ഉദാഹരണത്തിന് തഷ്കുറിനെ നമുക്ക് സർഫാക്കി നോക്കാം. തഷ്കുറു, തഷ്കുറാനി, തഷ്കുറൂന, തഷ്കുരീന, തഷ്കുറാനി, തഷ്കുർന. അതേപോലെ അതിൻ്റെ മേലുള്ളതാണെങ്കിലോ തദുറുസാനിയോ തദുറുസു, തദുറുസാനി, തദുറുസൂന, തദുറുസീന, തദുറുസാനി, തദുറുസ്ന. തക്തുബീന എന്നുള്ളത് തക്തുബ്, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന. അങ്ങനെയെല്ലാം തെഹത്താജു, തെഹത്താജാനി, തെഹത്താജൂന, തെഹത്താജീന, തെഹത്താജാനി, തെഹത്തജ്ന. ഇനി അന ലാ അക്ബലു റിശ്വത്ത്, ഞാൻ റിശ്വ സ്വീകരിക്കുകയില്ല. അന ഉരീദ് ഖൈറൻ ലിൽ ജമീഅ, ഞാൻ എല്ലാവർക്കും നല്ലത് ഉദ്ദേശിക്കുന്നു. അവിടെ അനയായതുകൊണ്ട് ആ അല്ലെങ്കിൽ ഉ. നെഹ്നു നുഹിബ് വത്തനന, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നു. നെഹ്നു ലാ നക്ദിബു അബദൻ, ഞങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല. നെഹ്നു ലാ നക്ദിബു, ഞങ്ങൾ കളവ് പറയുകയില്ല അബദൻ, ഒരിക്കലും. നെഹ്നു ആയതുകൊണ്ട് നക്ദിബു. ഓക്കെ, ഇവിടെ അൽ മുഹാത്തബ് ഇതിൻ്റെ ഈ പറഞ്ഞ വാക്കുകളിലെ ലമീറുകളാണ് കൊടുത്തിരിക്കുന്നത്. അൽ മുഹാത്തബ് മുഅന്നസ് മുദക്കറുണ്ട്, മുത്തക്കല്ലിം മുഅന്നസ് മുദക്കർ, മുഫ്രദ് മുസന്ന ജമ അല്ലേ. അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നെഹ്നു. അന അൻത മീൻസ് നീ ഒരു പുരുഷൻ. അൻതുമ നിങ്ങൾ 2 പുരുഷന്മാർ. അൻതും നിങ്ങൾ 2-ൽ കൂടുതൽ പുരുഷന്മാർ. അൻതി നീ ഒരു സ്ത്രീ. അൻതുമ നിങ്ങൾ 2 സ്ത്രീകൾ. അൻതുന്ന നിങ്ങൾ 2-ൽ കൂടുതൽ സ്ത്രീകൾ. അന ഞാൻ, നെഹ്നു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ഓക്കെ, നുമസിൽ ഹാദിഹിൽ മസ്രഹിയത്ത് ഫി സഫി, ഈ പഠിച്ച നാടകം നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം.